വചനം 72 വാക്കർത്ഥം. വൈദാ തുത്ല ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ അലൈഹിം അവർക്ക് അവരിൽ ആയാത്തുന നമ്മുടെ ലക്ഷ്യങ്ങൾ അഥവാ വചനങ്ങൾ ബയ്യിനാത്തിൻ സുവ്യക്തങ്ങളായ നിലയിൽ തഅരിഫു നിനക്ക് മനസ്സിലാക്കാം നീ അറിയും ഫീ വുജൂഹില്ലദീന യാതൊരു കൂട്ടരുടെ മുഖങ്ങളിൽ കഫറു അവിശ്വസിച്ചിട്ടുള്ള അൽ മുങ്കറ അനിഷ്ടം വെറുപ്പ് യകാദൂന അവർ ആകുമാറാകും യസ്തൂന കയ്യേറ്റം ചെയ്യുവാൻ അക്രമം പ്രവർത്തിക്കാൻ ബില്ലദീന യത്ലൂന ഓതിക്കൊടുക്കുന്നവരോട് അഥവാ ഓതിക്കൊടുക്കുന്നവരിൽ അലൈഹിം അവർക്ക് ആയാത്തിന നമ്മുടെ ലക്ഷ്യങ്ങളെ ഖുൽ പറയുക അഫ ഉനബ്ബിഉക്കും എന്നാൽ നിങ്ങൾക്ക് ഞാൻ അറിവു തരട്ടെയോ ബോധ്യപ്പെടുത്തിത്തരട്ടെയോ ബിശർരിൻ ദോഷകരമായ ഒന്നിനെപ്പറ്റി മിൻ ദാലിക്കും അതിനേക്കാൾ അന്നാറു നരകമാണ് വഅദഹല്ലാഹു അല്ലാഹു അതിനെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു കരാർ ചെയ്തിരിക്കുന്നു അല്ലദീന കഫറു അവിശ്വസിച്ചിട്ടുള്ളവർക്ക് വബിഇസ വളരെ മോശപ്പെട്ടതാണ് എത്ര മോശം അൽ മസീർ പ്രാപ്യസ്ഥാനം മടങ്ങിയെത്തുന്ന സ്ഥലം. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ تَعْرِفُ فِي وُجُوهِ الَّذِينَ كَفَرُوا الْمُنكَرَ يَكَادُونَ يَسْطُونَ بِالَّذِينَ يَتْلُونَ عَلَيْهِمْ آيَاتِنَا قُلْ أَفَأُنَبِّئُكُم بِشَرٍّ مِّن ذَلِكُمْ النَّارُ وَعَدَهَا اللَّهُ الَّذِينَ كَفَرُوا وَبِئْسَ الْمَصِيرُ. സുവ്യക്തമായ നിലയിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ ആ അവിശ്വസിച്ചവരുടെ മുഖങ്ങളിൽ അനിഷ്ടം വെളിപ്പെടുന്നതായി നിനക്ക് മനസ്സിലാകുന്നതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുന്നവരോട് അവർ കയ്യേറ്റം നടത്തുമാറായേക്കും. പറയുക, എന്നാൽ അതിനേക്കാൾ ദോഷകരമായ ഒന്നിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ അറിവ് തരട്ടെയോ? നരകം അതാണത്. അവിശ്വസിച്ചവർക്ക് അല്ലാഹു അത് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ആ പ്രാപ്യസ്ഥാനം വളരെ മോശപ്പെട്ടതും തന്നെ. 72 വചനത്തിൻ്റെ വിശദീകരണം. സത്യം അന്വേഷിച്ചറിയുവാനും അറിഞ്ഞ സത്യം സ്വീകരിക്കുവാനും തെളിവ് പരിശോധിച്ചു മനസ്സമാധാനം വരുത്തുവാനും ഒരുക്കമില്ലാത്തവരുടെ ഒരു സ്വഭാവമാണീ പറഞ്ഞത്. എത്ര വ്യക്തമായ തെളിവുകളായിരുന്നാലും ശരി, അത് കേൾക്കുന്നതും അവർക്ക് വെറുപ്പും അനിഷ്ടവുമായിരിക്കും. പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല, ഏതെങ്കിലും പ്രകാരത്തിൽ അത് മുടക്കുവാനും ലക്ഷ്യം കേൾപ്പിക്കുന്നവരെ ആക്രമിക്കുവാനും മുതിരുകയും ചെയ്യും. ഇന്നും അനുഭവത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരമാർത്ഥമാണിത്. ന്യായത്തെ ന്യായം കൊണ്ടോ ലക്ഷ്യത്തെ ലക്ഷ്യം കൊണ്ടോ എതിർക്കുവാൻ അവർക്ക് സാധ്യമല്ല. കാരണം അതവരുടെ പക്കൽ ഉണ്ടായിരിക്കയില്ല. അപ്പോൾ തങ്ങളുടെ പാരമ്പര്യത്തെയും സ്വാർത്ഥങ്ങളെയും നിലനിർത്തുവാൻ അക്രമമാർഗത്തെ ശരണം പ്രാപിക്കുകയല്ലാതെ അവർക്ക് മറ്റ് പോംവഴികൾ ഉണ്ടായിരിക്കയില്ല. അഹംഭാവം, ക്ഷോഭം, കോപം, വിദ്വേഷം ആദിയായവ ഇവരുടെ നിത്യ സ്വഭാവങ്ങളുമായിരിക്കും. ഇങ്ങനെയുള്ളവരോട് സതുപദേശം ചെയ്യുന്നതുകൊണ്ട് ഫലം സിദ്ധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ അവരോട് ഗൗരവസ്വരത്തിൽ ഇങ്ങനെ താക്കീത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നവരോട് നിങ്ങൾക്കുള്ള വിദ്വേഷത്തേക്കാൾ വിദ്വേഷവും വെറുപ്പും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന മറ്റൊന്നുണ്ട്. അതാണ് നിങ്ങൾ വെറുക്കേണ്ടത്. അത് നരകമല്ലാതെ മറ്റൊന്നുമല്ല. ഈ നില നിങ്ങൾ തുടർന്നു പോയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു രക്ഷയും കിട്ടുന്നതല്ല. അതിൽ പരം മോശപ്പെട്ട ഒരു വാസസ്ഥലം വേറെയില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ സൂക്ഷിച്ചുകൊള്ളുക. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥത അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നു.